ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധിയും പ്രതിഷേധങ്ങളും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ. എന്നാൽ ഇക്കുറി പോരാട്ട രംഗത്ത് ശബരിമലയില്ല. ആന്റോ ആന്റണിയും അനിൽ ആന്റണിയും തോമസ് ഐസക്കും കാഴ്ചവെക്കുന്നത് ശരിക്കും രാഷ്ട്രീയ പോരാട്ടം. PC ജോർജിനെ വെട്ടിയെത്തിയ അനിൽ ആന്റണി കളം നിറഞ്ഞ് കളിക്കുകയാണ്. ശബരിമല വിഷയം കത്തിയ 2019 കെ സുരേന്ദ്രൻ നേടിയത് 2,97,396 വോട്ടാണ്. ഇത് മറികടക്കുകയെങ്കിലും വേണം ദേശീയ സെക്രട്ടറി കൂടിയായ അനിലിന്. ഇത്തവണ സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളുമാണ് പ്രചാരണ വിഷയം. BJP വോട്ടുകൾക്ക് പുറമെ ക്രൈസ്തവ വോട്ടുകളാണ് അനിലിന്റെ ലക്ഷ്യം. എങ്കിലും ജയം അകലെയാണ്. മറുഭാഗത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ആന്റോ ആന്റണി UDFനായി പ്രചാരണം ആരംഭിച്ചിരുന്നു. 2019 കനത്ത പോരിനിടെ മണ്ഡലം നിലനിർത്തിയതിന്റെ ആത്മവിശ്വാസത്തോടെയാണ് ആന്റോ ആന്റണി പ്രചാരണ രംഗത്തിറങ്ങുന്നത്. 2009 മണ്ഡലം രൂപീകരിച്ച ശേഷം UDF മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലും സർക്കാർ വിരുദ്ധ വോട്ടുകളിലുമാണ് പ്രതീക്ഷ. പാർട്ടിക്കുള്ളിലും കാര്യമായ തർക്കങ്ങളില്ല. ക്രൈസ്തവ സഭ ആന്റോയ്ക്കൊപ്പം അടിയുറച്ചിട്ടുമുണ്ട്. ജനകീയ നേതാവ് എന്ന നിലയിലാണ് തോമസ് ഐസക്കിനെ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. ക്രൈസ്തവ വിഭാഗത്തിന് മണ്ഡലത്തിലെ സ്വാധീനവും പാർട്ടി പരിഗണിച്ചു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് പ്രചാരണ വിഷയം. തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. എല്ലാ മണ്ഡലങ്ങളും UDF ഭരിക്കുന്നു. കേരള കോൺഗ്രസ് ഒപ്പമുള്ളതും ശക്തിയാണ്.